കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഓരോ വിഷയങ്ങളും കേരള സമൂഹം ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങൾ ഓർക്കുന്ന ഒരു പേരുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ എന്ന വി.എസിൻ്റെ പേര്. കുറേ വർഷങ്ങളായി പൊതുജീവിതത്തിൽ അദ്ദേഹം ഇടപെടുന്നില്ലെങ്കിലും വി.എസ്. എന്തു പറയുന്നു, അദ്ദേഹത്തിന് എങ്ങനെയുണ്ട് എന്ന് ഓരോ ആളും അന്വേഷിക്കാത്ത ദിവസങ്ങളില്ല. പാവങ്ങളുടെ പടത്തലവനായ എ.കെ.ജിക്കും സഖാവ് കൃഷ്ണപിള്ളയ്ക്കും ശേഷം കേരളീയർ ഇതുപോലെ നെഞ്ചേറ്റിയ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവും ഉണ്ടാകില്ല. മാസ് പുള്ളർ എന്ന് വിശേഷിപ്പിക്കാവുന്ന നേതാവ് കൂടിയാണ് വി.എസ്. പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും LDF കൺവീനറായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയായപ്പോഴും അദ്ദേഹം ജനങ്ങളോടൊപ്പമായിരുന്നു. അതുകൊണ്ടാവണം നീട്ടിയും കുറുക്കിയും അംഗവിക്ഷേപങ്ങളിലൂടെ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ കേൾക്കാൻ പതിനായിരക്കണക്കിന് ജനങ്ങൾ എവിടെയും തടിച്ചുകൂടിയിരുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ നീട്ടിയും കുറുക്കിയും പ്രസംഗിക്കുന്നത് എന്ന് ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു. ചിരിച്ചുകൊണ്ട് അന്ന് വി.എസ്. പറഞ്ഞ മറുപടി, ഒരു കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ് ഈ ശൈലി എന്നാണ്. അക്ഷരാഭ്യാസമില്ലാത്ത കർഷക തൊഴിലാളികളെ, ഫാക്ടറി തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ഏറെ പ്രയാസമായിരുന്ന കാലം. ആലപ്പുഴയിലെയും കോട്ടയത്തെയും തൊഴിലാളികളെ കാണുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയും അവരുടെ ചലനങ്ങളും അനുകരിക്കാനുണ്ടായത്. ഒരു കഥ പറയും പോലെ അംഗചലനങ്ങളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചാലേ അവരെ പിടിച്ചിരുത്താൻ കഴിയുമായിരുന്നുള്ളൂ. പിന്നീട് കാലം മാറിയെങ്കിലും ആ പ്രസംഗ ശൈലി ഉപേക്ഷിച്ചില്ല. സമരനായകനായ വി.എസിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കുന്നത് പറമ്പിക്കുളത്തേക്കുള്ള ഐതിഹാസിക യാത്രയാണ്. E.K. നയനാർ മുഖ്യമന്ത്രിയും ബേബി ജോൺ ജലസേചന മന്ത്രിയുമായിരിക്കുമ്പോൾ കേരളത്തിൻ്റെ വെള്ളം തമിഴ്നാട് കൊള്ളയടിക്കുന്നത് നേരിട്ട് പരിശോധിക്കാൻ LDF കൺവീനറായിരുന്ന വി.എസ്. പറമ്പിക്കുളം വഴി തമിഴ്നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ സംഘം അദ്ദേഹത്തെ അനുഗമിച്ചു. ഇംഗ്ലീഷ് പത്രങ്ങളിലെ ഉൾപ്പെടെ കേരളത്തിലും പുറത്തുമുള്ള മാധ്യമപ്രവർത്തകർ പോലും ആ യാത്രയിൽ വി.എസിനെ പിന്തുടർന്നു. പറമ്പിക്കുളം പദ്ധതി പ്രദേശങ്ങളിലെല്ലാം എത്തി തമിഴ്നാട് അധികമായി ചോർത്തിയെടുക്കുന്ന വെള്ളത്തിൻ്റെ കണക്ക് വി.എസ്. പരിശോധിച്ചു. ഇന്നത്തെ വൈദ്യുതി മന്ത്രിയും മുൻ ജലസേചന മന്ത്രിയുമായ K. കൃഷ്ണൻകുട്ടിയാണ് ദളപതിയെപ്പോലെ വി.എസിനോടൊപ്പം ആ യാത്ര നയിച്ചത്. രാവിലെ ആരംഭിച്ച യാത്ര രാത്രി വൈകി വാൽപ്പാറ വഴി തമിഴ്നാട്ടിലേക്ക് കടന്നു. അവിടെ താമസിച്ച് ജലസേചനത്തിന് മാത്രമുള്ള വെള്ളത്തിൽ നിന്ന് തമിഴ്നാട് അനധികൃതമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയമായിരുന്നു ലക്ഷ്യം. അവിടെ എത്തിയപ്പോൾ തമിഴ്നാട് അധികൃതർ വൈദ്യുതി നിലയത്തിലേക്കുള്ള കവാടമടച്ച് സന്ദർശനം വിലക്കി. വി.എസ്. ആരാണെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞുകൊടുത്തതോടെ തമിഴ്നാട് ഉദ്യോഗസ്ഥർ ഉപചാരങ്ങളോടെ വി.എസിനെയും സംഘത്തെയും വൈദ്യുതി നിലയത്തിലേക്ക് സ്വീകരിച്ചു. അനധികൃത വൈദ്യുതി നിർമ്മാണം കണ്ട ശേഷം തമിഴ്നാട്ടിലെ പത്രപ്രവർത്തകർ കൂടി വിവരങ്ങൾ നൽകാനായി വാൽപ്പാറയിൽ തന്നെ വി.എസ്. പത്രസമ്മേളനം നടത്തി. അതും കഴിഞ്ഞ് മണ്ഡലമായ മലമ്പുഴയിൽ തിരിച്ചെത്തുമ്പോഴേക്കും രാത്രി വൈകിയിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് താമസിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പാർട്ടി ചെയ്തിരുന്നു. ആ രാത്രിയിൽ പറമ്പിക്കുളം പദ്ധതിയെക്കുറിച്ചുള്ള ചരിത്രപരമായ വസ്തുതകളും പറമ്പിക്കുളം കരാർ എങ്ങനെ പുതുക്കാം എന്ന ചർച്ചയുമാണ് വി.എസും K. കൃഷ്ണൻകുട്ടിയും മാധ്യമസംഘവുമായി പങ്കുവച്ചത്. മുഖ്യമന്ത്രിമാരായിരുന്ന കരുണാനിധിയുമായും ജയലളിതയുമായും സംസ്ഥാന സർക്കാർ തുടർന്ന ചർച്ചകൾ നടത്തിയെങ്കിലും കാലഹരണപ്പെട്ട പറമ്പിക്കുളം കരാർ പുതുക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. വി.എസിൻ്റെ പറമ്പിക്കുളം യാത്ര അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മുഖം നഷ്ടപ്പെട്ട ജലസേചന മന്ത്രി ബേബി ജോണിന് രാജിവെക്കേണ്ടിയും വന്നു. നയനാർ സർക്കാരിൻ്റെ കാലത്ത് LDF കൺവീനർ സർക്കാരിൻ്റെയും ജലസേചന വകുപ്പിൻ്റെയും നിലപാടുകളെ ചോദ്യം ചെയ്തതോടെയാണ് ബേബി ജോൺ രാജിവെച്ചത്. അതോടെയാണ് RSP നേതാവ് VP രാമകൃഷ്ണപിള്ള പകരം മന്ത്രിയായി ചുമതലയേറ്റത്. വിവാദങ്ങളുടെ കൊടുങ്കാറ്റുയർത്തിയ മതികെട്ടാൻ യാത്രയും പൂയംകുട്ടി യാത്രയും പ്ലാച്ചിമട യാത്രയും കേരളത്തിൽ പൊട്ടിത്തെറികളുണ്ടാക്കി. ആഗോള കുത്തകയായ കൊക്കോക്കോളയ്ക്കെതിരെ നയനാർ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച ആദിവാസികളുടെ പ്രക്ഷോഭത്തിന് വി.എസ്. രാഷ്ട്രീയം മറന്നാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ജലചൂഷണത്തിനെതിരെയുള്ള പ്ലാച്ചിമട സമരം ഒടുവിൽ വിജയം കണ്ടു. ജനതാദൾ ഭരിക്കുന്ന പെരുമാട്ടി പഞ്ചായത്ത് സുപ്രീം കോടതിയിൽ നൽകിയ കേസിലാണ് കോളയ്ക്കെതിരെ ചരിത്രവിധിയുണ്ടായത്. ദുരിതബാധിതരായ ആദിവാസികൾക്കും പരിസരവാസികൾക്കും കോളക്കമ്പനി നഷ്ടപരിഹാരം നൽകണമെന്ന് മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ അധ്യക്ഷനായ ട്രൈബ്യൂണൽ വിധി പറയുകയും ചെയ്തു. വർഷങ്ങളേറെ കഴിഞ്ഞു. അതിനിടയിൽ വി.എസ്. സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും ഒന്നാം പിണറായി സർക്കാരും കേരളം ഭരിച്ചിട്ടും ആ ട്രൈബ്യൂണൽ വിധി നടപ്പിലായിട്ടില്ല. ഇപ്പോഴും വിളയോടി വേണു അടക്കമുള്ള സമരസമിതി നേതാക്കൾ നഷ്ടപരിഹാരത്തിനുള്ള സമരം തുടരുകയാണ്. മുഖ്യമന്ത്രിയായി വി.എസ്. അധികാരമേറ്റപ്പോൾ മാധ്യമങ്ങൾ എഴുതിയ മുഖപ്രസംഗങ്ങൾ ചരിത്രരേഖകളാണ്. മുഖ്യമന്ത്രി കസേരയിൽ പിന്നോക്കക്കാരനായ ഒരു തൊഴിലാളി നേതാവ് വരുന്നത് ആദ്യമാണെന്ന് എല്ലാ മാധ്യമങ്ങളും എഴുതി. അക്കാദമിക് പാണ്ഡിത്യമോ പ്രാഗൽഭ്യമോ ഇല്ലാത്ത വി.എസ്. 5 കൊല്ലം ഒരു ആരോപണവുമില്ലാതെ ഭരിക്കുകയും ചെയ്തു. C. കേശവനും EMS-ഉം C. അച്യുതമേനോനും R. ശങ്കറും PKV-യും
എ.കെ. ആന്റണിയും അടക്കമുള്ള പ്രഗത്ഭർ ഇരുന്ന മുഖ്യമന്ത്രി കസേരയിൽ വി.എസിനെ പോലെ ഒരു സാധാരണക്കാരൻ എത്തിയപ്പോൾ പലരും നെറ്റിച്ചുളിച്ചു. അവർക്കുള്ള മറുപടിയായിരുന്നു തുടർന്ന് കേരളം കണ്ട ഭരണമാറ്റങ്ങൾ. പാർട്ടിക്കകത്തും പൊതുസമൂഹത്തിലും എന്നും ശരിയുടെ പക്ഷത്തായിരുന്നു വി.എസ്. അതുകൊണ്ടുതന്നെ എതിർപ്പുകളും ഉണ്ടായി. എല്ലാ എതിർപ്പുകളെയും അതിജീവിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് ജനപിന്തുണയുള്ളതുകൊണ്ട് മാത്രമാണ്. PBയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴും മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞിട്ടും വി.എസിൻ്റെ ജനപിന്തുണയ്ക്ക് ഒരു മങ്ങലും സംഭവിച്ചില്ല. ജനമനസ്സുകളിൽ വി.എസ് എന്ന രണ്ടക്ഷരം നേടിയെടുത്ത ആ ഇടത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു നേതാവുമില്ല എന്ന യാഥാർത്ഥ്യം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ അടയാളപ്പെടുത്തുന്നത്.